Stories of Marketing in Touch with Positive People. ഞാൻ ജയകൃഷ്ണൻ. മാർക്കറ്റിൽ എന്ത് വിൽക്കണം, എങ്ങനെ വിൽക്കണം, വലിയ പ്രതിസന്ധി ആണ് കേട്ടോ ഇപ്പോൾ. കാരണം കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് കുറഞ്ഞ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനാണ് എല്ലാവരും തയ്യാറാവുകയുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ബ്രാൻഡ് വിൽക്കുമ്പോൾ മിനിമം കമ്പനികൾ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. എന്താണ് ആ മര്യാദ? റേറ്റ് അടിച്ച് താത്തി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ നിന്നും നശിപ്പിച്ച് കളയുന്ന രീതിയിൽ കമ്പനികൾ തന്നെ അതിൻ്റെ വാല്യൂ ഡൗൺ ചെയ്യരുത്. ഒരു ബ്രാൻഡിന് ഒരു വില ഉണ്ടാകണം, ഒരു ക്വാളിറ്റി ഉണ്ടാകണം. ആ വില ഇടേണ്ടത് കമ്പനികൾ തന്നെയാണ്. അതേപോലുള്ള സെയിം പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരുമ്പോൾ മാർക്കറ്റ് കൂടുതൽ പിടിക്കുന്നതിന് വേണ്ടി പ്രൈസ് ഡൗൺ ചെയ്ത് ആ കമ്പനിയുടെ വാല്യൂ കളയരുത്, ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ കളയരുത്. നിങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന, നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അനാവശ്യമായിട്ട് പ്രൈസ് ഡൗൺ ചെയ്യാതിരിക്കുക. അവർ 10 കുറച്ചു, അപ്പം ഞാൻ 20 കുറയ്ക്കുന്നു എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് വരാതെ അതിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ ക്വാളിറ്റിയെക്കുറിച്ച് കസ്റ്റമറിന് നല്ലൊരു അവയർനെസ് കൊടുത്ത് എന്തെല്ലാം അഡീഷണൽ ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട്, എന്തെല്ലാം അഡീഷണൽ ബെനിഫിറ്റുകൾ, ഗ്യാരണ്ടി പോളിസി, കംപ്ലൈൻറ്റ് പോളിസി ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്നുണ്ട്, അതിനെക്കുറിച്ച് കസ്റ്റമർക്ക് കൃത്യമായിട്ടൊരു അവയർനെസ് കൊടുക്കുക. ക്വാളിറ്റി പോളിസി കൃത്യമായിട്ട് അവർക്ക് കൊടുക്കുക. നമ്മുടെ പ്രൈസിങ് പോളിസി എന്താണ്, അത് കൃത്യമായിട്ട് ഞങ്ങളുടെ പ്രൈസിങ് പോളിസി ഇതാണ് എന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കുക. കംപ്ലൈൻറ്റ് പോളിസി ഇതാണ്, കംപ്ലൈൻറ്റ് വന്നാൽ ഞങ്ങൾ ഈ രീതിയിലാണ് ഞങ്ങളുടെ സമീപനം, ഞങ്ങൾ കൃത്യമായിട്ട് ആ കംപ്ലൈൻറ്റ് റീപ്ലേസ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് കസ്റ്റമറെ കൺവീൻസ് ചെയ്യുന്നതിന് പകരം പ്രൈസ് ഡൗൺ ചെയ്ത് കൊണ്ടുവന്നാൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും. അതുകൊണ്ട് ഏത് ബ്രാൻഡഡ് പ്രോഡക്റ്റുകളാണെങ്കിലും 100 പീസ് ഞങ്ങൾ എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ഡൗൺ ചെയ്ത് പ്രൈസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കുറയ്ക്കുകയോ ചെയ്യാതെ എന്താണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ, എന്താണ് അതിൻ്റെ ഒരു വ്യക്തി എന്ന പോലെ അതിൻ്റെ പേഴ്സണാലിറ്റി എന്താണ്, അത് കസ്റ്റമർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ ബ്രാൻഡഡ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറച്ചുകൊണ്ട്, പ്രൈസ് കുറച്ചുകൊണ്ട് കൂടുതൽ മാർക്കറ്റ് പിടിക്കുന്ന സമീപനം അത് നല്ലൊരു രീതിയാണെന്ന് തോന്നുന്നില്ല. മാർക്കറ്റിങ്ങിൽ വലിയ എത്തിക്സ് ഒന്നും ആരും കീപ്പ് ചെയ്യുന്നില്ല. പണ്ട് ഒരാൾ കച്ചവടം ചെയ്ത പോലെ ഞാൻ മാർക്കറ്റിൽ തക്കാളി വിൽക്കാൻ പോവുകയാണ്. അപ്പുറത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് പച്ചമുളക് വെക്കുന്നുണ്ട്, കുറച്ച് പച്ചമുളക് കൂടി എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. തക്കാളി ഞാൻ വിൽക്കാൻ തുടങ്ങുമ്പോൾ തക്കാളിക്ക് ഭയങ്കര കോമ്പറ്റീഷൻ. ഞാൻ 10 പറഞ്ഞാൽ അത് 7 കൊടുക്കാൻ വേറെ ആൾ റെഡിയാവുന്നു. അപ്പോൾ എനിക്ക് തക്കാളി ബിസിനസ്സിൽ ഫോക്കസ് ചെയ്ത് അത് നന്നായിട്ട് കച്ചവടം നടത്താൻ പറ്റുന്നില്ല, അയാളെ കൊണ്ട് രക്ഷയില്ല. അപ്പോൾ കുറച്ച് പച്ചമുളക് ഞാൻ വിൽക്കാം. ഈ കഥ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ന് ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ, ബ്രാൻഡഡ് കമ്പനികളുടെ വേറെ മുഖം കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ പെയിൻറ്റുകാരൻ എന്ത് ചെയ്യും, PVC ഫിറ്റിങ്ങും പ്ലംബിങ്ങും ഐറ്റം മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങും. ഇലക്ട്രിക്കലായിട്ട് ചെയ്യുന്നവർ എന്ത് ചെയ്യും, വളരെ വ്യത്യസ്തമായ ഇതിനൊരു ബന്ധം പോലുമില്ലാത്ത ഫുഡ് പ്രോഡക്റ്റ് പോലുള്ള പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യും. മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്താണ്, ഒരു പരിധി വരെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നവരാണെന്ന് കൂടുതൽ ഉള്ളത്. ബ്രാൻഡഡ് പ്രോഡക്റ്റുകളായിട്ട് നിൽക്കുന്ന പലരും ഔട്ട്സോഴ്സ് ചെയ്യുന്നവരായിട്ട് അധപ്പതിച്ചിരിക്കുന്നു ഇന്ന് കേരള മാർക്കറ്റിൽ. അവർ ഇന്ത്യക്ക് പുറത്ത് നിന്നോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നിന്നോ അവർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവരാണ്. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അവരുടെ ബ്രാൻഡ് നെയിമിൽ വിൽക്കുന്നവരായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. അവർ മാനുഫാക്ചർ ചെയ്യുന്നത് ചിലപ്പോൾ 2 പ്രോഡക്റ്റുകൾ മാത്രമേ അവർ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം അവർ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ പോലെ തക്കാളി വിൽക്കുന്നയാൾക്ക് പച്ചമുളകുമായിട്ട് പോകാം എന്ന് പറഞ്ഞ പോലെ അവർക്ക് വേണമെങ്കിൽ TV ആയിട്ട് പോകാം ഷോപ്പിൽ. പണ്ടൊക്കെ ഒരു എത്തിക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിലൊരു എത്തിക്സ് ഇല്ലാതെ മാർക്കറ്റ് ആർക്കും എന്ത് പ്രോഡക്റ്റും
മാർക്കറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഒരാൾ ചെയ്യുന്ന പ്രോഡക്റ്റാണ്, അയാൾ നന്നായിട്ട് ചെയ്യട്ടെ, ഞാൻ ഈ പ്രോഡക്റ്റ് ചെയ്യാം, ഇത് എനിക്ക് നന്നായിട്ട് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ ആർക്കും എന്ത് പ്രോഡക്റ്റും വിൽക്കാം. അവർക്ക് ഒരു മാനദണ്ഡമേ ഉള്ളൂ, പൈസ, ക്യാഷ് ഇങ്ങോട്ട് വരണം. ഏത് പ്രോഡക്റ്റായാലും വിറ്റ് പൈസയാക്കി മാറ്റണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ബ്രാൻഡഡ് കമ്പനികൾ വന്നു കഴിഞ്ഞു. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത് അത്ര നല്ലതല്ല എന്നാണ് അഭിപ്രായം. വ്യക്തിപരമായിട്ട് പറയാനുള്ളത്, ഒരു കമ്പനി എങ്ങനെയാണ് ബ്രാൻഡായിട്ട് മാറുന്നത്? അവർ ചെയ്യുന്ന ആ സ്പെസിഫിക്കായ പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് അതിന് ഗ്രോത്ത് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് അവരെ ബ്രാൻഡഡ് കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് പല ബ്രാൻഡഡ് പ്രോഡക്റ്റുകാരും വിവിധങ്ങളായ പ്രോഡക്റ്റുകൾ, മാർക്കറ്റുകൾ, ഏതൊക്കെ പ്രോഡക്റ്റ് മാർക്കറ്റ് ഉണ്ടോ അത് കുറേ വാങ്ങി, ഇത് കുറേ വാങ്ങി, ഇതൊക്കെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. പക്ഷേ റിയാലിറ്റിയിൽ ഒരു ബ്രാൻഡഡ് കമ്പനി ഗ്രോത്ത് വരണം എന്ന് ഉദ്ദേശത്തോടെ ചെയ്യുന്നത് ഒരു നേച്ചർ ഓഫ് പ്രോഡക്റ്റ്. PVC ഫിറ്റിങ്ങിൽ നിൽക്കുന്നവരാണെങ്കിൽ PVC ഫിറ്റിംഗ് ഇൻഡസ്ട്രി മാത്രം ഫോക്കസ് ചെയ്ത് വേറെ ഒരു ലെവലിലേക്ക് പോകാതെ നിൽക്കുക എന്നുള്ളതാണ്. പെയിൻറ്റ്സ് ചെയ്യുന്നവരാണെങ്കിൽ പെയിൻറ്റ്സിൽ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഇലക്ട്രിക്കൽ ഫീൽഡാണെങ്കിൽ ഇലക്ട്രിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അനുബന്ധമായ ബൈ പ്രോഡക്റ്റായിട്ട് മാത്രം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സ്വന്തം ബ്രാൻഡ്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ബെറ്റർ വേ. ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ്. ആ ഒരു അവബോധം നമുക്കുണ്ടായിരിക്കണം. അത് ഇന്ത്യയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. കേരളത്തിൽ നിന്നും വിട്ട് ഓരോ സ്റ്റേറ്റിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും സാധിക്കണം. നമ്മുടെ ഇന്ത്യയുടെ വലിപ്പം നമുക്ക് കാണാൻ സാധിക്കണം. അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് വിറ്റഴിക്കാൻ സാധിച്ചാൽ അതുപോലെ തന്നെ പുറത്തും വിൽക്കാമല്ലോ. ആ രീതിയിൽ പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് അത് മോട്ടിവേറ്റ് ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് അത് വിറ്റഴിക്കാൻ സാധിക്കും. ആ രീതിയിൽ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നത് ഉയർച്ചയിലേക്ക് നയിക്കും. ഓൾ ദ ബെസ്റ്റ്.